ഇസ്രായേൽ രാജ്യത്തിന് തന്നെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണിതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് തടവിൽ കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹം ഇന്ന് ഹമാസ് ഇസ്രായേലിന് കൈമാറുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. מחר יהיה יום מאוד קשה למדינת ישראל. יום מטלטל, יום של יגון. אנחנו מחזירים הביתה 4 מחטופינו האהובים, חללים. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ആരും ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ദുഃഖം തളംകെട്ടി നിൽക്കുന്ന മനസ്സിൽ നിന്നും ഉയരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ തന്നെ വികാരമായിരുന്നു. എന്റെ ഹൃദയം പിളർന്നിരിക്കുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തന്നെ ഹൃദയം ദുഃഖപൂരിതമാണ്. ഈ ദിവസം ദുഃഖത്തിന്റെ മാത്രം ദിവസമാണ്. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ തങ്ങളുടെ 4 പ്രിയപ്പെട്ടവർ ജീവനറ്റ സ്വന്തം രാജ്യത്തേക്ക്, സ്വന്തം വീട്ടിലേക്ക് കടന്നുവരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ചേർത്തു പിടിക്കുന്നു. എന്ത് രാക്ഷസന്മാരാണ് ഹമാസ് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു. ഇനി ഇതുപോലെയൊന്ന് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയോടെ നിലകൊള്ളുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം ഹമാസ് പാളയത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ഷിരി ബിബാസ്, മക്കളായ അരിയൽ ബിബാസ്, കഫീർ ബിബാസ്, ഒപ്പം 84 വയസ്സുകാരനായ ഒദേദ് ലിഫ്ഷിറ്റ്സ് അടക്കമുള്ളവരുടെ മൃതദേഹങ്ങളാണ് 500 ദിവസങ്ങൾക്കിപ്പുറം സ്വന്തം മണ്ണിലേക്ക് അന്ത്യവിശ്രമത്തിനായി കൊണ്ടുവരുന്നത്. ഒരു രാജ്യം മാത്രമല്ല, തീവ്രവാദത്തെ വെറുക്കുന്ന ലോകം മുഴുവനുള്ളവർ കണ്ണീരോടെ മാത്രം ആയിരിക്കുന്ന ദിവസമാണിന്ന്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.